ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ പ്രിൻ്ററിൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇന്ന് പ്രിൻ്ററിൻ്റെ ബോക്സൊക്കെ വലിച്ച് പൊളിച്ച് മാനുവൽ ബുക്കും കാര്യങ്ങളുമെല്ലാം. മാനുവൽ ബുക്ക് ഒരു സി ഡി ഉണ്ട്, പക്ഷേ സി ഡി ഡ്രൈവ് എൻ്റെ കയ്യിലില്ല ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ കൂടെ കേബിൾ, ഇത് പ്രിൻ്ററിൻ്റെ ഇങ്ക്, അതിൻ്റെ രണ്ട് ഹെഡ് സിയും ബി ആയിട്ട് 2 ഹെഡ് വരും. അപ്പോൾ അതൊക്കെ പ്രിൻ്ററിൻ്റെ തെർമോക്കോൾ ബോക്സൊക്കെ വലിച്ചിളക്കി, കവറൊക്കെ വലിച്ചിളക്കി എല്ലാത്തിനും നമ്മളെടുത്ത് പൊട്ടിച്ച് ഇരിക്കുന്ന ബോയാണ് പ്രിൻ്റർ സെറ്റ് ചെയ്യാനായിട്ട് വന്നത്. അത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. പ്രിൻ്ററിൻ്റെ ഹെഡ് എനിക്കിതിൽ വന്നാണ് പേപ്പറിലോട്ട് സ്പ്രേ ചെയ്യുന്നത്. അത് ബി ആണ്, ബിയുടെ സെക്ഷൻ റൈറ്റ് സൈഡിലാണ്. അവിടെ കയറി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചെടുത്താൽ മതി. ഇത് സി ആണ് ഹെഡ്, അത് ലെഫ്റ്റ് സൈഡിൽ. അതുകൊണ്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സിയും രണ്ടാമത് ബിയും. ഞാൻ അതിൽ ബ്ലാക്ക് ഇങ്ക് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒഴിച്ച് കൊടുത്തത്. അതിനെ ഫില്ല് ചെയ്ത് ഇപ്പുറത്ത് റൂമിൽ നമ്മൾ റീൽസ് കാണുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നത്. ചിലപ്പോൾ വീഡിയോയിൽ കിട്ടണമെന്ന് തോന്നുന്നു. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, CYM എന്നൊക്കെ പറഞ്ഞ്. കറക്റ്റ് അതിൽ നോക്കി തന്നെ ഒഴിക്കണം. അങ്ങനെ ഇങ്കെല്ലാം പ്രോപ്പറായിട്ട് ഒഴിച്ച് ഫുള്ള് ഫില്ല് ചെയ്ത് ഇതിൻ്റെ ഹെഡിലോട്ട് ഇങ്ക് പോകുമ്പോഴത്തേക്കും വീണ്ടും കാലിയാവും. ഇപ്പോൾ ഫില്ലിങ് അല്ലല്ലോ, ഇപ്പോൾ പ്ലെയിൻ ആയിട്ടിരിക്കുകയല്ലേ. അങ്ങനെ പ്രിൻ്ററിൻ്റെ പണി ഏകദേശം പൂർത്തിയായി. ഞാൻ സിസ്റ്റത്തിലോട്ട് പോയി, ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈഫൈ കണക്ട് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ നടക്കുന്നില്ല. വേറൊന്നുമില്ല, ഒരു CD കൂടെ ഉണ്ടായിരുന്നേ, അത് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പം നമുക്ക് CD ഡ്രൈവ് ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ ഓൺലൈൻ വഴി നമുക്ക് എടുക്കാം. അങ്ങനെ ഓൺലൈനിൽ കയറി മോഡൽ നമ്പറൊക്കെ ടൈപ്പ് ചെയ്ത് ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിൻ്റെ സൈറ്റുണ്ട്, ij.canon.start എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഡൗൺലോഡിങ് പ്രോസസ്സാണ്. ഇതിലും ചെക്ക് ചെയ്ത് നോക്കി നടക്കുന്നില്ല. ഇതെല്ലാം കൊടുത്ത് ഒന്നേലും ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത്. ഇപ്പോൾ പ്രിൻ്റർ ഓഫായിരിക്കണം, അത് കമാൻഡ് തരും. ആ സമയത്ത് വേണം പ്രിൻ്റർ ഓണാക്കി ഇതൊക്കെ കണക്ട് ചെയ്ത് റെഡിയാക്കാൻ. എറർ വന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും 2 പ്രാവശ്യം ഞാൻ ചെയ്ത് നോക്കി, നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ സമയവുമില്ല. ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് അച്ഛൻ വേറെ സ്ഥലത്ത് പോകാനായിട്ട് കിടന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഇനിയിപ്പം പ്രൈവറ്റ് സ്കൂളിൽ ഗ്രൗണ്ടിൻ്റെ കാര്യം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ പണിയുടെ ഇടയിലാണ്. മര്യാദയ്ക്ക് ഷോപ്പിലുള്ളവർ പറഞ്ഞു ആൾ വന്ന് റെഡിയാക്കി തരുമെന്ന്. അപ്പോൾ ആൾ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് നേരം ഇതിൻ്റെ പിറകെ ഇരിക്കണം. അങ്ങനെ അതെല്ലാം ഫിനിഷായി സ്റ്റാർട്ടപ്പ് എടുത്ത് വീണ്ടും പ്രിൻ്റ് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. ഡ്രൈവർ
ഇനി കേബിൾ കണക്ഷൻ മാറ്റി കൊടുത്ത്. ഇൻസ്റ്റാളേഷൻ എന്തായാലും പൂർത്തിയായിട്ടുണ്ട്, അത് റെഡിയായി. പക്ഷേ വീണ്ടും എന്തോ ഒരു ചെറിയൊരു എറർ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇനിയിപ്പം നോക്കാനായിട്ട് സമയമില്ല. ഇപ്പം നാളെ കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്നുണ്ട്. അതിൻ്റെ നാളത്തെ ബാക്കി വീഡിയോ നാളെ. ബൈ.